ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഓഫ് റോഡ് ഗെയിമാണ്, ട്രക്കിൻ്റെ ഗെയിമാണ്. ഇത് ഓൺലൈനിൽ കളിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടില്ല. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രക്ക് കിട്ടുമായിരിക്കും. അപ്പം ജീപ്പ് എടുക്കാം, കാർ എടുക്കാം, പിന്നെ ട്രക്കിനകത്ത് ചെറിയ ചെറിയ വണ്ടികളില്ല, അങ്ങനത്തെ എല്ലാം എടുത്തിട്ട് നമുക്കിതിൽ കളിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വേറെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിശാലമായ ഒരു സ്ഥലം തരും. അവിടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഓടിച്ച് കളിക്കാൻ പറ്റും. കുന്നും മലയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പിന്നെ ഇതിൽ ചെക്ക് പോയിന്റ്സ് ചില സ്ഥലങ്ങളുണ്ട്. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു മത്സരം കാര്യങ്ങളെല്ലാം തരും. പിന്നെ പ്രത്യേക റോഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പം അധികം പറയണ്ട, ബാക്കി വീഡിയോയിൽ നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഗെയിം. അപ്പോൾ ഇതിൽ ട്രക്കല്ല, കുറേ ജീപ്പ് വണ്ടി കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ സിംഗിൾ പ്ലെയർ ഉണ്ട്, മൾട്ടി പ്ലെയർ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. നെറ്റ് ഇപ്പോൾ കളിക്കാനാവില്ല, പിന്നെ ആവുമെന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് ലെവലെത്തിയാലാവുമായിരിക്കും. ഇതിൽ നോർമൽ ഇതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് കണക്കത്തെ ഒരു സ്ഥലം തരും. ഇവിടെ മൊത്തം വണ്ടി ഓടിച്ച് നടക്കണം. ഇതിലെന്ന് പറയുമ്പോൾ കുറേ ടാസ്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് നിങ്ങൾക്ക് മാപ്പ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാപ്പിൽ ഓരോരോ സ്ഥലത്ത് വട്ടം കാണിക്കും. പിന്നെ ഓരോരോ കൊടി കണക്കത്തെ സാധനങ്ങളെല്ലാം ഉണ്ടാവും. അവിടെയെല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരോ ടാസ്ക് കിട്ടും. ആ ടാസ്ക് അനുസരിച്ച് നമ്മൾ അത് കംപ്ലീറ്റ് ആക്കിയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകേണ്ട ഗെയിമാണിത്. ഇനിയിപ്പം മൾട്ടിപ്ലെയർ കുറച്ച് ലെവലപ്പ് ആകുമ്പം ചിലപ്പം കിട്ടുമായിരിക്കും. ഇതിപ്പം ഞാൻ ചളിയിൽ കുടുങ്ങി, നമുക്കിങ്ങനെ മേത്തേക്ക് കയറ്റാം മുകളിലേക്ക്. പിന്നെ ഇതിൽ ലെഫ്റ്റ് സൈഡിൽ മേലൊരു സാധനം കണ്ട, ആ ടയറിൻ്റെ മുകളിലത്തെ 2 ടയർ ലൈറ്റ് കത്തിയിട്ടുണ്ടാവും. അത് നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴത്തതും കൊടുത്തു. അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 ടയറും കറങ്ങും. ഇപ്പം ബാക്കത്തെ ടയർ മാത്രം കറങ്ങും, മുമ്പത്തെ ടയർ അത് വെച്ചിട്ട് പോകും. മുമ്പത്തെ കൊടുത്തു കഴിഞ്ഞാൽ മുമ്പത്തെ ടയർ മാത്രം കറങ്ങും, ബാക്കത്തെ ടയർ അത് വെച്ചിട്ട് പോകും. രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ 2 ടയറും കറങ്ങാൻ തുടങ്ങും. അപ്പം അങ്ങനത്തെ ഒരു ഇതാണ്, ടെക്നിക്കാണ്. അപ്പോൾ ഇതിൽ മുകളിൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഹൈ ലോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, HIയും LO എന്ന് പറഞ്ഞിട്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈയിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മാക്സിമം പവറിൽ വണ്ടി ഓടിക്കാൻ പറ്റും. ലോയിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പിടുത്തം പോലെ ഉണ്ടാവും. കാരണം ഇത്ര സ്പീഡിലാണ് പോകുന്നത്. കണ്ട ഈ പോകുന്ന സ്പീഡ് ഇത് ഇനി കൂടില്ല, ഇതേ സ്പീഡിൽ നമുക്ക് പോകാനാവും. ഇനി ഇപ്പോൾ എത്ര പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ സ്പീഡിൻ്റെ അപ്പുറത്തേക്ക് കടക്കൂല. ഇത് ഈ ഒരു ലോ സ്പീഡിൽ തന്നെ പോകും. പക്ഷേ ലോ സ്പീഡ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം, കാരണം ഇങ്ങനത്തെ വണ്ടിയിലും കാണുന്നില്ല ലോയിൽ മെല്ലെ പോകുന്ന, അങ്ങനത്തെ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഹൈയിലിടുമ്പോൾ കണ്ടോ എൻ്റെ സ്പീഡ് ഓട്ടോമാറ്റിക്കലി കൂടി. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. വണ്ടി ഒന്ന് തട്ടിപ്പോയി. അപ്പോൾ ഇത് മറ്റേതിട്ട് കഴിഞ്ഞാൽ ഇറക്കത്തിൽ അതേ സ്ലോയിലേ പോകും, അതിൻ്റെ അപ്പുറം സ്പീഡൊന്നും കൂടില്ല. ഇപ്പോൾ ഇറക്കത്തിലെല്ലാം കണ്ട നല്ല സ്പീഡ് പോകുന്നുണ്ട് വണ്ടി. അപ്പോൾ പിന്നെ ഇത് അപ്ഗ്രേഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറൈറ്റി അപ്ഗ്രേഡ് ആക്കിയിട്ടേക്കാം. ഇപ്പോൾ നമുക്ക് ക്യാമറ മൂവ് ചെയ്യില്ല. അവിടെ ക്യാമറേൻ്റെ ആംഗിളിൻ്റെ സാധനം ഞെക്കി മുകളിൽ റൈറ്റ് സൈഡിൽ ക്യാമറ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ഓരോരോ ആംഗിളിൽ നിന്ന് നോക്കാൻ പറ്റും. അത് ഞെക്കാത്തിടത്തോളം നമുക്ക് വണ്ടീൻ്റെ സൈഡൊന്നും നോക്കാൻ പറ്റില്ല. പിന്നെ ഇത് ഉള്ളിലിരുന്നിട്ട് ഓടിക്കാൻ പറ്റും. പിന്നെ ഇതാ കണ്ട ദൂരത്തേക്ക് ഇങ്ങനെ വ്യൂവിൽ. ഇത് ഞാൻ മുമ്പ് GTA കളിക്കുമ്പോൾ ഇങ്ങനെ ഓടിക്കുന്നുണ്ടായിനി. GTA ഇത് വൈസ് സിറ്റി സാൻ ആൻഡ്രിയാസ് അല്ല, കാരണം ഇങ്ങനെ ഒരു വേറെ ഫീലാണ് വണ്ടി ഓടിക്കാൻ. അപ്പം ഇങ്ങനെ ഓടിക്കാൻ പറ്റും. ഓരോരോ സൈഡ് എത്തുമ്പോൾ അടുത്ത് കാണിക്കും, ഓരോരോ സൈഡ് എത്തുമ്പോൾ കുറച്ച് ദൂരം കാണിക്കും. അത് വേറെ തന്നെ ഒരു രസമാണ്. പക്ഷേ വണ്ടി നേരത്തെ ചളിയിൽ പിടിച്ച് കണക്കിതാ ബാക്ക് അടിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ആ വണ്ടീൻ്റെ ചളി പോയിട്ടാണ്. അങ്ങനെയുണ്ട്. ഇനി ക്ലീൻ ആക്കാൻ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. ഞാൻ ഇതിൽ കസ്റ്റം മാപ്പ് എടുത്തു. കസ്റ്റം മാപ്പിൽ നമുക്ക് കുറേ മാപ്പ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൽ ഫസ്റ്റത്തെ മാപ്പ് എടുക്കാം. നിങ്ങൾക്ക് വേറെ നോക്കിയിട്ട് ഇഷ്ടമുള്ള കണക്ക് എടുക്കാം, ഓരോ സ്ഥലം ഓടിക്കാൻ താല്പര്യമില്ലവർക്ക്. ഓക്കെ, അപ്പം അപ്ഗ്രേഡ് ചെയ്താൽ കുറച്ചും കൂടി സ്പീഡാവും. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ സ്പീഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഓടിക്കുന്നതാണ്. ഇത് ഫസ്റ്റത്തെ കസ്റ്റം മാപ്പിൽ തന്നെ ഉണ്ട്. നിങ്ങൾ വണ്ടി നേരെ ബാക്കോട്ട് തിരിച്ച് കഴിഞ്ഞാൽ ഒരു റോഡ് കിട്ടും. അപ്പം കയറ്റം കയറും തോറും സ്പീഡ് കുറയല്ലോ. അപ്പോൾ അങ്ങനെ ഇത് കുറഞ്ഞിട്ടുണ്ട്. ഇതിലിപ്പോൾ ഞാൻ അപ്ഗ്രേഡ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റൊരു പ്രാവശ്യം അപ്ഗ്രേഡ് ചെയ്തിനോ ഇല്ലാവും. അപ്പം ഫസ്റ്റത്തെ എത്ര സ്പീഡ് ഉണ്ട് എന്നുള്ളത് നോക്കുന്നതാണ്. ഇപ്പം 35 എത്തി, 36, 37, 38, 39. ഇത് മാത്രമല്ല, മുകളിൽ ലൈറ്റ് വെക്കാൻ, സൈഡിൽ ഇത് വെക്കാൻ പറ്റും. ടയറിൻ്റെ ഈ സൈഡ് മാറ്റാം. വണ്ടി മൊത്തം കസ്റ്റം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എനിക്കത് കാണിച്ചു തരാനുള്ള വീഡിയോൻ്റെ ലെങ്ത് ഇല്ല, അതുകൊണ്ടാണ്. ഇപ്പം 44, സ്പീഡ് 45. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്പീഡ് 46. ഇതിൻ്റെ അപ്പുറത്തേക്ക് കൂടിയിട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വഴി തീർന്നു. അപ്പോൾ ഇതിൻ്റെ അപ്പുറം ഇല്ലയെന്നാണ് തോന്നുന്നത്. ഞാൻ മാക്സിമം ഓടിച്ചിട്ടാകുമ്പം അവിടെ തന്നെയാണ് എത്തിയത്. അപ്പോൾ ഈ വണ്ടി ഞാനൊന്ന് കഴുകാമെന്ന് വിചാരിച്ചു, കാരണം മറ്റേ പൈസ കൊടുത്തിട്ട് കഴുകാനൊന്നും കഴിയില്ല. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഇട്ടിട്ട് കഴുകാൻ വഴി ഉണ്ടാക്കട്ടെ. അയ്യോ, ഇവിടെ ഒന്നും വഴിയില്ല, അത് തട്ടിപ്പോയി. ഇത് നാക്കിൽ ഇപ്പോൾ വണ്ടി പൈസ ഒന്നും കൊടുക്കാൻ കഴിയുക, പൈസ വേറെ അപ്ഗ്രേഡ് ചെയ്യാൻ വെച്ചിട്ടല്ലേ. അപ്പോൾ വണ്ടി ഇറക്കുന്നു. അയ്യോ, ടയർ ഒടുങ്ങിപ്പോയി. അയ്യോ, ഇവിടെ ഒന്നും കഴുകാൻ വഴിയില്ല. എന്നാലും ഞാൻ പൈസ ലാഭിക്കും. കാണണം, ഇതങ്ങനെ വെള്ളത്തിലേക്ക് ആക്കിയാൽ മതി. വണ്ടി ക്ലീനായി. വണ്ടി ക്ലീനാക്കി ഞാനങ്ങനെ പുറത്തേക്ക് എടുത്തു.
വാട്ടർ ഡാമേജ് കണ്ട വണ്ടിയോ പഴയതിനെക്കാട്ടിയും സുന്ദരനായി ഇപ്പം വണ്ടി മാറിയാ എന്തോ ഒരു വ്യത്യാസം പോലെ പോട്ട് എന്തായാലും വണ്ടി ക്ലീനായി കിട്ടിയില്ലേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ട്രയൽ കൊടുത്തു കഴിഞ്ഞാൽ അയ്യോ താഴേക്ക് വന്നതാ കുണ്ടിൽ പോയി. ഇനി ഇത് കയറ്റാൻ കുറച്ച് മെനക്കേടാണ്. ഇനിയൊന്നും ഈ അറ്റമൊന്നുമില്ല. ഇത് മാപ്പിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പച്ച ചുവപ്പ് കളറിൽ വട്ടം വട്ടമില്ലേ അങ്ങനത്തെ ഒരു സാധനമാണ് ഇത്. അത് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു മിഷൻ ചെയ്യാനാവും. ഇപ്പോൾ ഇവിടെ പോയി സ്റ്റാർട്ട് കൊടുത്തു. ഓരോരോ സ്ഥലത്ത് കുറച്ച് ടാസ്ക് അധികമായിരിക്കും, ഓരോരോ സ്ഥലത്ത് കുറച്ച് എളുപ്പമായിരിക്കും. ഇത് കംപ്ലീറ്റ് ആക്കുന്നതോറും നമുക്ക് ഇതിൽ കോയിൻസ് കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ പിന്നെ അത് മാത്രമല്ല ഇങ്ങനത്തെ ചലഞ്ച് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കളിക്കാൻ ഇൻട്രസ്റ്റ് കാര്യങ്ങളെല്ലാം തോന്നും. മഴയെല്ലാം പെയ്യുന്നുണ്ട് കണ്ട. പക്ഷേ ഇതിൻ്റെ ഗെയിമിൻ്റെ ക്ലിയർ ഏകദേശം ഇത്രയേ ഉള്ളൂ. വലിയ ക്ലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ HD ഒന്നുമില്ല. നമ്മൾ മുമ്പത്തെ HD അല്ല ഉദ്ദേശിക്കുന്നത്, ഇത് നോർമൽ ഗെയിമിൻ്റെ ക്ലാരിറ്റി. ഓക്കെ, ഈ ഭാഗത്തു നിന്ന് ഞാൻ ഒരു ചെറിയൊരു കട്ടാക്കി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോൾ വന്നു, ഇടയ്ക്കിടയ്ക്ക് ഈ കോൾ വരുന്നതുകൊണ്ട് ഒരു സൈഡ് കട്ടാക്കേണ്ട ഇത് വരുന്നത്. അപ്പം ഇത് വണ്ടി ഇങ്ങനെ ഓരോന്ന് ഇതുണ്ടാവും. ചളി ഇപ്പം ഞാൻ മുമ്പത്തെ ടയർ കൊടുത്തു, ബാക്കത്തെ ടയർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ചളി സ്ക്രീനിലേക്ക് തെറിക്കും. അപ്പോൾ ഇത് എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫുള്ള് കഴുകിയിട്ട് കൊണ്ടുവന്നതേ ഇല്ല വണ്ടി. അപ്പോഴത്തേക്ക് തന്നെ വണ്ടി ആദ്യം ഇതാക്കേണ്ട അവസ്ഥ വന്ന് ചളിയിൽ കയറ്റേണ്ടത്. അപ്പോൾ ആ പച്ചയിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഗോയിട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത വേറെ ഒരു ഇതിലേക്ക് മാപ്പിലേക്ക് പോകാനും. അപ്പോൾ ഇതിലെ വണ്ടിയും കാര്യങ്ങളാണ്. കുറേ ബൈക്ക്, സ്കൂട്ടർ, കപ്പൽ കണക്കത്തെ സാധനങ്ങളെല്ലാം ഉണ്ടാവും. അപ്പുറം ഇപ്പുറം ഞെക്കിയിട്ട് പോയി കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.